ക്രാബ് റോസ്റ്റ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതെ, വലിയ ടേസ്റ്റ്. എനിക്ക് ഇങ്ങോട്ടെ ഭയങ്കര ഇഷ്ടമുള്ള സാധനം ക്രാബ് റോസ്റ്റ്. അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇങ്ങോട്ടാ അയ്യോ ഇന്നിപ്പം നമ്മൾ ക്രാബ് റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. ക്രാബ് റോസ്റ്റിന് ഇതിന് മുന്നേ നമ്മൾ പറയട്ടില്ല. ക്രാബ് റോസ്റ്റ് ഇത് ഞാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ശരിക്കും ക്രാബ് റോസ്റ്റ് ആയിട്ടില്ല. ക്രാബ് റോസ്റ്റ് ഉണ്ടാക്കാൻ പറയാം. ക്ലീനാണ്, പക്ഷെ മിക്സ് ആക്കണ്ട ഉണ്ട്. അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. നമുക്ക് ക്രാബിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം പറയാം. ഓക്കെ നിങ്ങൾ? ഫസ്റ്റ് വേണ്ടത് എന്താ? ക്രാബ്. വെരി ഗുഡ്. ക്രാബ് ഉണ്ട്, ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ക്രാബ് ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചില്ലി പൗഡർ, കൊറിയാണ്ടർ പൗഡർ, മഞ്ഞപ്പൊടി. ഇത് ഗാർലിക് ഒന്ന് ചതച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ വേണ്ടത് ഞാൻ എടുത്തിട്ടുള്ളത് 2 ടൊമാറ്റോ ആണ്. ഞാൻ 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 സവോള എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം രീതിയിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് ഗ്രേവിക്ക് അനുസരിച്ച് എടുക്കാം കേട്ടോ. പിന്നെ എടുത്തിട്ടുള്ളത് ജിഞ്ചറാണ്. അന്നൊരു ഹാഫ് ജിഞ്ചർ എടുത്ത് കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഓയിലാണ്. ഓയിൽ ഇതെല്ലാം നമ്മുടെ ഇഷ്ടം. എനിക്കതിന് കണക്ക് ഒരു അളവ് പറയാൻ അറിയില്ല. പിന്നെ ഇത് നമുക്ക് ലാസ്റ്റ് ഒന്ന് ഇടാനുള്ള കുരുമുളക് ചതച്ചത് തന്നെ വേണം, ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പുണ്ട്, കറിവേപ്പിലയുണ്ട്. ഞാൻ പിന്നെ കുറച്ച് ഒരു തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പുളി വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് വെച്ചിരുന്നതാണ്. ഇത്രയാണ്. പിന്നെ നമുക്ക് കടുക്, ഉലുവ, ഞാൻ ഫ്രഷ് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കലാപരിപാടി ആരംഭിക്കാം. ഒരു മിനിറ്റ്. നമ്മള് ചട്ടി വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്. ചട്ടി ചൂടായി. നമ്മൾ ചട്ടി മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എന്ത് വെക്കാം? ഫസ്റ്റ് തട്ടെടുത്തേ മോനെ. ഓയിൽ ഒഴിക്കാം. ഇത്തിരി മതി. ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായിട്ട് ഞാൻ ചട്ടി മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ ഓയിൽ വരുന്നുണ്ടോ? ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇടാൻ പോകുന്നത്. എനിക്ക് അളവൊന്നും അറിയില്ല കേട്ടോ ഗൈസ്. അളവ് സ്പൂണിൽ അളവ് കണക്കൊന്നുമില്ല. ഞാൻ അടപ്പിൻ്റെ ആളാണ്. ഇപ്പം കുറച്ച് ഇതായി വരട്ടെ. കടുക് ഒന്ന് പൊട്ടട്ടെ. മാറി നമ്മൾ ഇങ്ങോട്ടാ കടുക് ഒന്നായി വരട്ടെ. കണ്ടോ വരുന്നുണ്ട് കടുക്. നമ്മുടെ കടുക് പൊട്ടുന്നുണ്ട്. നല്ല കടുക് പൊട്ടിയിട്ടുണ്ട്. കടുക് പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇത് ഉലുവയാണ് ഗൈസ്. ഒരു ഇത്ര ഉലുവ, ഇത്ര മതിയാവും. ഈ ഉലുവ എന്നിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നതാണ്. ഈ വെളുത്തുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി കൂടെ ഒരുമിച്ചിടരുത്. അപ്പൊ അതിന് രണ്ടും 2 തരത്തിലാണ് അതിന്റെ ആ ഒരു മൂത്ത് വരുന്നത്. ഇങ്ങോട്ടാ ആ സ്പൂൺ ഇടല്ലടാ. അതാ മിക്സ് ചെയ്യിപ്പിക്കാം ലാസ്റ്റ്. നല്ല നന്നായിട്ട് ഒന്ന് മൂത്ത് വരുമ്പോ നമുക്ക് എന്തിട്ട് കൊടുക്കാം? ഇഞ്ചി ഇട്ട് കൊടുക്കാൻ ചതച്ചത്.
ഇത് നന്നായിട്ട് കുറച്ച് കണ്ടോ കളർ മാറി തുടങ്ങി. കാണിച്ചാടാ, ലൈറ്റ് കാണിച്ചാടാ. ഓറഞ്ച് കളർ കിങ്ങുവിന്റെ സ്പെഷ്യൽ ലൈറ്റ് അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കറിവേപ്പില ഒന്ന് നന്നായിട്ട് ഒന്ന് മൂക്കട്ടെ. എല്ലാം കൂടെ ഒരുമിച്ചിട്ടാൽ ഇതിനും പല മൂക്കാണ്. അപ്പം ഇതിന്റെ എല്ലാം കൂടി ആ ടേസ്റ്റ് അങ്ങ് മാറി. ഇനി നമുക്ക് ഇതിന്റെ അകത്തേക്ക് ഒനിയൻ ഈ ഒനിയൻ ഫുള്ള് ചേർക്കാം. നമുക്കിത് ഫുള്ള് ചേർക്കാം. ഫുള്ള് ചേർക്കണ്ട, എന്നാലല്ലേ ക്രാബിന് ടേസ്റ്റ് വരുള്ളൂ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇങ്ങനെ നന്നായിട്ട് ഇത് നമുക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. പെട്ടെന്ന് ഒന്ന് വഴണ്ട് കിട്ടും, അതിനാണ്. ഞാനൊരു പാത്രം എടുത്തിട്ട് ഇത് നമുക്ക് ഏകദേശം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇത് നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. ഇത്ര വേണ്ട മതി. ഇനി നമുക്ക് നമ്മുടെ മസാല ഒന്നിട്ട് കൊടുക്കാം. മസാല ഇത് മഞ്ഞപ്പൊടി ഇടാൻ പോകണം. മഞ്ഞപ്പൊടി ഇട്ടോ, നമുക്ക് മഞ്ഞപ്പൊടി ഇട്ടോ. ഇത് മുളക് പൊടി. മഞ്ഞപ്പൊടി ഞാനൊരു 1/4 ടീസ്പൂണാണ് എടുത്തേക്കുന്നത്. ഇത് ഫ്രഷ് മഞ്ഞപ്പൊടിയാണ്. മുളക് പൊടിയും ഫ്രഷാണ്, പൊടിച്ചെടുത്താണ്. അമ്മ നാട്ടിൽ കൊണ്ടുവന്നതാണ്. ഇതൊരു 2 ടീസ്പൂൺ. പിന്നെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു 2 ടീസ്പൂൺ. ഇത് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. എനിക്ക് അളവ് പറഞ്ഞുതരാൻ അറിയത്തില്ല. നമുക്ക് എന്തോരമാണ് നമ്മുടെ വീട്ടിൽ അറിയാലോ. ചിലർക്ക് കുറച്ച് മല്ലിപ്പൊടി കുറവ് മതിയായിരിക്കും, ചിലർക്ക് കുറച്ച് കൂടുതൽ വേണം. കറക്റ്റ് ആണ് അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. കാരണം ചിലർക്ക് എരിവ് കൂടുതൽ വേണം, ചിലർക്ക് കൊഴുപ്പ് കൂടുതൽ വേണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ഇതാ. ഇത് ഞങ്ങൾ യൂഷ്വലി ഇച്ചിരി എരിവ് കുറച്ചേ ഇവിടെ കഴിക്കാറുള്ളൂ. നന്നായിട്ട് വന്നു. കിങ്ങോ നന്നായിട്ട് ഇത് വഴണ്ട് വന്നിട്ടുണ്ട് കണ്ടോ. നന്നായിട്ട് ഇനി നമുക്ക് ഇടാനുള്ളത് തേങ്ങാക്കൂത്ത് ഇടാം. ഈ തേങ്ങാക്കൂത്ത് ഇത് നന്നായിട്ട് തേങ്ങാക്കൂത്തൊക്കെ ഓപ്ഷനാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. കൂടി കൊല്ലടാം. മസാല നന്നായിട്ട് മൂത്തിട്ടുണ്ട്. മസാല നല്ല കളർ വന്നിട്ടുണ്ട്. നല്ലത് കണ്ടു, നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് ഇടുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ഇടേണ്ടത് ടൊമാറ്റോ. യെസ്, ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം.
ക്രാബ്. അങ്ങനെ ഇതിന്റെ പേര് King crab. ക്രാബ്. crab. അതല്ല, വേറെ പേര്, ഈ വേറെ പേര് crab, king crab, king crab. ഇനി ഇത് നന്നായിട്ടൊന്ന് നല്ല വഴണ്ട് ഈ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആയി വരട്ടെ. ടൊമാറ്റോ ഒന്നും കൂടി ഒന്ന് ഉടഞ്ഞു വരട്ടെ. നല്ല മണം. അതിനകത്ത് വെള്ളത്തിന്റെ അംശം ഉണ്ടാവുമല്ലോ. മണം ഉണ്ടോടാ? ഓ, എന്താ മണം, സൂപ്പർ മണം. മണമാണ് ഈ സൂപ്പർ മണമാണ് നീ. കിങ്ങുന് ഇതൊന്ന് ഒന്ന് ഇതായി വരട്ടെ, സെറ്റായി വരട്ടെ. കിങ്ങിന് ഇന്നലെ ഞങ്ങൾ ക്ലിനിക്കിൽ ഞങ്ങളുടെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു, പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ തുറന്ന് നോക്കി, പക്ഷെ ഇന്നലെ കിങ്ങുവിനെ കാണിക്കാനുള്ള ടൈം കിട്ടിയില്ല. അപ്പൊ ഞങ്ങള് ഇന്നലെ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കി, കിങ്ങുവിനെ കാണിച്ചില്ല. ഇന്നലെ ടൈം കിട്ടില്ല, കിങ്ങു ഉറങ്ങിപ്പോയി. അപ്പൊ ഞാൻ കിങ്ങുവിനെ കാണിച്ചു കൊടുക്കാം അല്ലേ. ഞാൻ എടുത്തോണ്ട് കിങ്ങോട്ട് ഇവിടെ നിൽക്കണേ, അമ്മ എടുത്തോട്ടില്ലേ. കിങ്ങു സർപ്രൈസ്ഡ് ആണ്, എക്സൈറ്റഡ് ആണ്. Yes, I am excited. സൂക്ഷിച്ച് നിൽക്ക്, താഴെ പോലെ. I like it. That's it. So, Zilly, I can check this out. കിങ്ങുനെ ഞാൻ ഓപ്പൺ ചെയ്ത് പോയി കേട്ടോ. കിങ്ങു സോറിയെ ഓപ്പൺ ചെയ്തു. Okay, let's go. No, but it's okay. In the corner. കാണിച്ചടാ, എല്ലാരും കാണിച്ചേ. ഓ, ഇതാണ് guys, കിങ്ങുവിന് കിട്ടിയ ഗിഫ്റ്റാണ് ഗൈസ്. Where is Tanya? Hey? ഹലോ, എങ്ങനെയുണ്ട്? Super. എങ്ങനെയുണ്ട്? നല്ലതാണോ? ഇഷ്ടപ്പെട്ടോ? നോക്ക് നോക്ക് ഇഷ്ടപ്പെട്ട ഇത് നോക്ക്. ഇതിൽ ബട്ടർഫ്ലൈ ഉണ്ട്. ആ ക്യൂട്ട്, എന്റെ ഫേവറേറ്റ് ബട്ടർഫ്ലൈ. അതോട് താങ്ക് പറഞ്ഞു. ഓക്കേ, ഞാൻ ടിക്ക് ഓക്കേ. താങ്ക് യു ആന്റി. ഞാൻ സൂക്ഷിച്ചു വെച്ചോ ഇവിടെ. കിങ്ങു സൂക്ഷിച്ചു വെച്ചു. ഇങ്ങനെ നേരെ ഡാഡി ഇവിടെ എടുത്ത് വെച്ചേക്കാം. എന്റെ ഡാഡിക്ക് കൊടുത്താലേ. കിങ്ങുവിന് സന്തോഷം. ഇതാണോ ഇപ്പൊ നമ്മുടെ മസാലയിൽ ഏകദേശം ഞാൻ നല്ല മണം നോക്കട്ടെ. നല്ല ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ അകത്തേക്ക് ക്രാബില് ഒരു കുറച്ച് പുളി വെള്ളം ചേർത്ത്, അത് ഓപ്ഷൻ ഉണ്ട്, വേണ്ടവർക്ക് ചേർത്താൽ മതി. ഈ തക്കാളിക്ക് കുറച്ച് പുളി കുറവാണ്. അപ്പൊ ഈ ക്രാബിന്റെ ഉള്ളിലൊക്കെ കുറച്ച് പുളി നന്നായി പിടിക്കണമല്ലോ. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് കുടംപുളിയാണ്. നിങ്ങൾക്ക് വളംപുളിയോ എന്താണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം കേട്ടോ. ചില സൈഡിങ്ങൾ വളംപുളി ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അത് കുറച്ച് സോക്ക് ചെയ്ത് കുറച്ച് നേരം വെച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഇറങ്ങിക്കോളും. അല്ലെങ്കിൽ കുടംപുളിയോ വളംപുളിയോ whatever it is. ഓക്കേ, ഞാൻ എന്റെ കൈ പിടിച്ചിട്ടുണ്ട്. ഓക്കേ, അപ്പൊ ഇത് നമുക്ക് കുറച്ച് വെച്ച് കൊടുക്കാവേ. കുറച്ച് ഒഴിക്കാവുള്ളൂ, പുളി കൂടി പോരുത്. ഇല്ല, ഇത് കൂടി പോകത്തില്ല. എന്നുവെച്ചാൽ ക്രാബിന്റെ ഉള്ളിലൊക്കെ പുളി പിടിക്കുന്ന ടേസ്റ്റ് ഉണ്ടാവും. എന്താ ശരിയാ ഗൈസ്, അമ്മ ഉണ്ടാക്കിയല്ല അമ്മ. This my cutie cat. ക്രാബ് നിർത്തട്ടെ മുട്ട. Yeah, we got it. Let's go taste that. ഇത് ടേസ്റ്റ് ആയില്ല, ടേസ്റ്റ് ഒന്നും ആയിട്ടില്ല. ഇതൊന്ന് സെറ്റ് ആവും. ഇച്ചോടി ഇത് ഇടാറോ? ഓക്കേ, അത് നമുക്ക് ലാസ്റ്റ് ഇടേണ്ടതാണ്. ഇത് കണ്ടോ, ഇപ്പൊ കണ്ടോ, ഇപ്പൊ നമ്മൾ വെള്ളം ഒന്നും കുരുമുളകിന് വേണം, പെപ്പറൊക്കെ. നല്ല സൂപ്പർ ഇത് പെപ്പർ. നമുക്ക് കണ്ടോ, ഇപ്പൊ ഇത് വെള്ളം ഒന്നും വെച്ചിട്ടില്ല, നമ്മൾ ആ പുളിവെള്ളം മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇത് കണ്ടോ, ഇപ്പൊ ഈ തിള വരുന്നുണ്ട്. ഇനി നമുക്ക് ഇടേണ്ടത് ക്രാബാണ്. ക്രാബ് ഇത് നല്ല ക്ലീൻ ചെയ്ത് ഇപ്പോഴാണ് മെയിൻ ഡിഷ് വന്നത്. കിട്ടാലോ നിങ്ങോട്ടാ. ഞാൻ ഈ ക്രാബ് ക്ലീൻ ചെയ്യുന്ന ഒരു ദിവസം ഒരു വീഡിയോ ഇടാം കേട്ടോ. ക്ലീൻ ചെയ്യുന്നേ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. അത് ലാസ്റ്റ് ഇടാം, അവിടെ വെച്ചോ, പറയാം. പിന്നെ കുറേ നേരം ഇത് കുരുമുളക് പൊക്കി പിടിച്ചോണ്ടിരിക്കാൻ നോക്കി. കുരുമുളക് ലാസ്റ്റ് ഇതെല്ലാം ഇട്ട് കഴിഞ്ഞ് എങ്കിൽ ഉപ്പൊക്കെ കറക്റ്റൊക്കെ അതിന് ശേഷം ഇടാനുള്ള. അയ്യോ, അങ്ങനെ ഇടില്ല, നോക്കിട്ട് വേണ്ടിടാ. വേണ്ട വേണ്ട, അവിടെ വിട്ടെ. കിങ്ങു ഇപ്പൊ ഇടല്ലേ. ഇച്ചിരി ഇട്ടോ, ഇച്ചിരി ഇട്ടോ.
അമ്മേ അത് കൂടിപ്പോവോ? ഇല്ല. ആ മതി മതി. ആ മതി മതി മതി. ഇങ്ങോട്ട് പക ഉപ്പിട്ടിട്ടുണ്ട്. കറക്റ്റ്. ഇപ്പൊ ടേസ്റ്റ് ആയില്ലേ? അയ്യോ ഇപ്പൊ താള്. ഇപ്പൊ ഇത് എന്റെ കൈയുടെ പൊട്ടി പോയിരാ നമ്മേ. യെസ്. കണ്ടോ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കാൻ വേണ്ടി ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. എനിക്കും അറിയണ്ടായിരുന്നില്ല ഫസ്റ്റ്. പിന്നെ നമ്മൾ ഇപ്പം ഇടണ്ട ഞാൻ കണ്ടോ വെള്ളം നമ്മൾ ഒഴിച്ചിട്ടില്ല. ഇതൊന്ന് സെറ്റ് ആവട്ടെ. അതിൻ്റെ ഇപ്പം വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ ഒരു മീഡിയം പീസ് ആക്കിയേക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അത് ഫുള്ളൊന്ന് ഇതായിരിക്കും. അതുകൊണ്ട് വെന്തില്ലടാ വേവട്ടെ. നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇത് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഓപ്പൺ ചെയ്യാം. വെള്ളം വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അയ്യോ വെള്ളം ഇറങ്ങിയത് കണ്ടോ? നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ലായിരുന്നു. നല്ല സെറ്റായിട്ടുണ്ട് ഇപ്പം. ഇനി നമുക്ക് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒരു കുറച്ച് വെള്ളം തന്നെ പിന്നെ അമ്മ ഒഴിക്കാം. കുറച്ച് മതി. കുറച്ച് ചൂട് വെള്ളമാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. നമ്മൾ ഒഴിക്കാൻ ഇതിൻ്റെ അകത്ത് പച്ചവെള്ളം ഒഴിക്കരുത്. ഇതൊന്നും കൂടി മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കാം. അപ്പൊ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ക്രാബ് നമ്മൾ വെക്കുന്ന സമയത്ത് വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ആ വെള്ളം കയറിയിട്ട് ആ മസാല പിടിക്കത്തില്ല. അപ്പൊ നമ്മൾ ഇത് വെച്ച് മസാല പിടിച്ചിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാൽ സെറ്റാവും. അങ്ങനെയാണ് എൻ്റെ ഒരു ഞാനങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ. എനിക്ക് കറക്റ്റ് അറിയത്തില്ല. നിങ്ങളുടെ നെയ്മ് പറയോ ഗൈസ്? നിങ്ങളുടെ നെയ്മാണ് കിമോസ്. മമ്മി എങ്ങനെയാ വിളിക്കുന്നത്? മമ്മി എങ്ങനെയാ വിളിക്കുന്നത്? മമ്മി കിങ്ങുനെ എന്നാ വിളിക്കുന്നത്? കിച്ചു. ഈ പൊടി വേണം. അപ്പൊ നിങ്ങൾ എല്ലാവരും ക്രാബ് ഉണ്ടാക്കി നോക്കണം. ഇതുപോലെ ഉണ്ടാക്കി ഒന്ന് നോക്കി നോക്കി. നല്ല ടേസ്റ്റ് ആണ്. തേങ്ങക്കൊത്തൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ആണ്. ഇനി ഇതില് ഇച്ചിരിയും കൂടെ ടേസ്റ്റ് വേണം എന്നുള്ളവർക്ക് അവസാനം ഇച്ചിരി തേങ്ങാപ്പാലൂടെ ആഡ് ചെയ്യാം. ടൈം ആയില്ലടാ. ലാസ്റ്റ് നമുക്ക് കുരുമുളക് കൊണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം. അയ്യോ ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചത് അന്നേരം അതിൻ്റെ ഉള്ളിൽ പിന്നെയും വെള്ളം ഇറങ്ങിയിട്ടുണ്ടുണ്ട്. ഇങ്ങോട്ടിനെ വിശക്കുന്നുണ്ട്. ഐ ഡോണ്ട് ഹാവ് ചോറോ? ചോറ് കൂട്ടി ക്രാബ് കഴിച്ചാൽ മതി കേട്ടോ. Very good. Good healthy food, stomach healthy. Crab is short, it is very tasty.
വെൽക്കം. Welcome. ചുണ്ടിപ്പപ്പടി. I'm happy story for that. അപ്പൊ സ്റ്റോറി എല്ലാരും കേട്ട് മടുത്തുണ്ടോ? വേറെ സ്റ്റോറി, ബനാന സ്റ്റോറി കേട്ടോ, ബനാന സ്റ്റോറി. Big day apple story for that. Good morning, teacher and my friends. I am Anna. This is an apple. It has red color. It is very healthy fruit. It has vitamin C. Go to eat an apple every day. Thank you. വെൽക്കം. Welcome. ഞാൻ ഒന്നും കൂടെ മൂടി ഇത് നമുക്ക് തുറന്നു നോക്കാം. ഒരു 8 മിനിറ്റ് 10 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. നല്ല ചൂടാണ്. Oh my gosh! What the hell is that? നല്ല സെറ്റ് ആയിട്ടുണ്ട്. Krishna, Gautame. Hello. അതെന്താ കിങ്ങു ഇപ്പൊ അങ്ങനെ ഒരു ടോക്ക്? She's my cutie. Mwah. Come here, this one that's there, eh? നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നല്ല വറ്റിയിട്ടുണ്ട്. ഇനി ചട്ടിയിൽ ഇരുന്ന് ഒന്നും കൂടെ വറ്റും കേട്ടോ. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? എങ്ങനെയുണ്ട്? ചുറ്റും നല്ലതാണ്. അടിപൊളി. ഇനി നമുക്ക് ഇതിന്റെ മേലെ കുറച്ച് കറിവേപ്പില. കറിവേപ്പില, കിങ്ങു 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 കുരുമുളക് ബാക്ക് പേപ്പർ ഇട്. കുറച്ച് പെപ്പർ. Now you're how many guys cute ആണ്? പിന്നെ കൈ കൂട്ടാണ്. കുറച്ച് ഇട്ടാൽ മതി, മൊത്തം ഇടരുതേ. ഓക്കെ ഓക്കെ, മതി മതി. നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ആക്കാം. ഒന്നുകൂടെ മിക്സ് ആക്കിയിട്ട് ഇനി വേണ്ടവർക്ക് ഒരു ഇത്തിരി പച്ച വെളിച്ചെണ്ണ കുറച്ച് മേലെ ഒഴിച്ചു കൊടുക്കാം. നമ്മളാ എടുത്ത വെളിച്ചെണ്ണ ബാലൻസ് ആണ് കേട്ടോ. ഇനി ഉണ്ട് ബാലൻസ്, കുറച്ചും കൂടെ ഉണ്ട്, മൊത്തമായിട്ട് ഇട്ടില്ല. കണ്ടോ, നല്ല സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കിങ്ങൂസിന് ടേസ്റ്റ് ചെയ്യാൻ നോക്കട്ടോ. കിങ്ങൂസ് എസ്പെഷ്യൽ കേട്ടോ. നമ്മൾ കറുവത്തിൽ എടുത്ത് മാത്രമാണ്. തരാം തരാം തരാം, എല്ലാം തരാം. ഇത് ചൂടാണ്, ഇന്ന് ചൂടാട്ടെ. ഇനി നമുക്കിത് നല്ല ചൂടാണ്. ഇത് അത്യാവശ്യം ഉതിരി കഴിക്കും, നോക്കണം കേട്ടോ. ചൂടുണ്ടേ, നോക്കണേ. കണ്ടോ നമ്മുടെ ക്രാബ് കണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. നിങ്ങൾ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത്, വേറെ ഏതെങ്കിലും രീതിയിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണേ. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല ചിലർ ഉണ്ടാക്കുക. ഇഷ്ടപ്പെട്ടോ? ഇങ്ങോട്ടോട് ഇത് കഴിഞ്ഞു. ഇനി ഇങ്ങോട്ടൊരു ചോറ് കൊടുക്കട്ടെ അല്ലേ? ചോറ് വേണം, ചോറ് വേണം. അപ്പൊ എല്ലാവരും എല്ലാവരും ഉണ്ടാക്കി നോക്കാം. കമന്റ് പറയാൻ കേട്ടോ നിങ്ങൾ എല്ലാവരും. ഇതേപോലെ ഇതിന്റെ കൂടെ നിങ്ങൾ ഇതിന്റെ കൂടെ ഇപ്പം നമ്മള് വലിയ സവോള അല്ല ഉള്ളി ഇട്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് അത്രയും ഉള്ളി വാങ്ങിയിട്ട് ഇതിന്റെ കൂടെ ഇടാണെങ്കിൽ കുറച്ച് നല്ല എക്സ്പെൻസ് ആവുമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ സവോള ഇട്ടത്. ഇത് നിങ്ങൾക്ക് ഉള്ളി കിട്ടും, നാട്ടിലേക്കാണെങ്കിൽ അത്യാവശ്യം വില കുറവാണ് ഉള്ളിക്ക്. അപ്പൊ ഉള്ളി ഇട്ടുണ്ടെങ്കിൽ ഇത് നല്ല ടേസ്റ്റ് ആണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമന്റ് പറയാം കേട്ടോ. നോക്കൂ, സ്വന്തം നന്നായി അടുപ്പിച്ച് വെച്ചിട്ട് കണ്ടോ, ഇപ്പോഴും ആ ചട്ടിയിൽ നന്നായിട്ട് വരുന്നുണ്ട്. ഇത് ഒന്നും കൂടി ഇന്ന് നല്ല സെറ്റ് ആവും കേട്ടോ. സെറ്റായി കിട്ടും. നല്ല എണ്ണയൊക്കെ നല്ല വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, എന്നാൽ ബൈ. ഇപ്പോൾ ഒരു സൈൻ ഓഫ് പറഞ്ഞേ.